മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരിയറിൽ മികച്ച ഒരുപിടി വേഷങ്ങൾ ചെയ്ത് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടാൻ താരത്തിന് കഴിഞ്ഞിരുന്നു. ദേശീയ, സംസ്ഥാന അവാർഡുകളും ഫിലിംഫെയർ അവാർഡും വാരിക്കൂട്ടിയ താരത്തിൻ്റെ 46ാം പിറന്നാളാണ് ഇന്ന്. സ്കൂൾ യുവജനോത്സവത്തിലെ കലാതിലകം പട്ടമാണ് മഞ്ജുവിനെ സിനിമയിലേക്ക് എത്തിക്കുന്നത്. മോഹനരാഗം എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. 1955-ൽ തൻ്റെ 17ാം വയസ്സിലാണ് മഞ്ജു ആദ്യ സിനിമയിൽ അഭിനയിച്ചത്. സാക്ഷ്യം എന്ന ചിത്രമായിരുന്നു അത്. തൊട്ടടുത്ത വർഷം സൂപ്പർ ഹിറ്റായ സല്ലാപം എന്ന സിനിമയിലൂടെ നായികയായി. പിന്നീട് മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ശോഭന, രേവതി, ഉർവശി, പാർവതി തുടങ്ങിയവർ അടയ്ക്കുവാണ് മലയാള സിനിമയിലെ നായിക പദവിയിലേക്ക് മഞ്ജു നടന്നു കയറി. കലാമൂല്യവും വാണിജ്യപരവുമായ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. അഭിനയ മികവ് തന്നെയായിരുന്നു മഞ്ജുവിൻ്റെ കൈമുതൽ. ഏത് വേഷം തനിക്കിണങ്ങുമെന്ന് തെളിയിക്കാൻ മഞ്ജുവിന് അധികകാലമൊന്നും വേണ്ടി വന്നില്ല. മികച്ച നർത്തകി കൂടിയാണ് താരം. വിവാഹത്തിന് മുമ്പ് വെറും 3 വർഷം മാത്രമാണ് മഞ്ജു സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിനിടെ 20ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക പരാമർശം സ്വന്തമാക്കി. ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. വിവാഹത്തോടെ സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജു വാര്യർ വിവാഹമോചനത്തിന് ശേഷം 2014-ൽ ഹവൽദാറി എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തി. ഏറെ ശ്രദ്ധ നേടിയ ചിത്രം മഞ്ജുവിൻ്റെ തിരിച്ചുവരവായി അടയാളപ്പെടുത്തി. അതിനുശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നായിക എന്ന നേട്ടവും മഞ്ജുവിനെ തേടിയെത്തി. ഒരു സിനിമയ്ക്ക് മലയാളത്തിൽ 75 ലക്ഷത്തിനും 1.5 കോടിക്കും ഇടയിലാണ് മഞ്ജു വാര്യർ ഈടാക്കുന്നത്. തമിഴ് സിനിമയിൽ നിന്ന് ഇതിലേറെ പ്രതിഫലമാണ് മഞ്ജുവിന് ലഭിക്കുന്നത്. 142 കോടിക്കും 150 കോടിക്കും ഇടയിലാണ് മഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ആസ്തി. പരസ്യ ചിത്രങ്ങളിലെയും മറ്റും സഹകരണങ്ങൾക്ക് 75 ലക്ഷമാണ് താരം ഈടാക്കുന്ന പ്രതിഫലം. ഇതിനു പുറമെ ഉദ്ഘാടനങ്ങളിൽ നിന്നും താരത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ പലയിടത്തായി വീടുകളും പ്രോപ്പർട്ടികളും താരത്തിന് സ്വന്തമായുണ്ട്. ആഡംബര കാറുകൾക്കൊപ്പം BMW R 1250 GS എന്ന ബൈക്കും മഞ്ജുവിൻ്റെ ഗാരേജിലുണ്ട്. ഇതിന് ഏകദേശം 21 ലക്ഷം രൂപ വില വരും. എന്നിരുന്നാലും മലയാള സിനിമയിലെ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമാണ് ഇപ്പോൾ മഞ്ജു വാര്യർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.